ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അബ്ദൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ 2 മിനിറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 മിനിറ്റ് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം വീഡിയോ കാണുമ്പോൾ തന്നെ, അതിൻ്റെ ഇൻട്രോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്ങനെയുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട്, വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട്, അബ്ദൂസ് KDV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഫേസ്ബുക്ക് പേജായ അബ്ദൂസ് KDV എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സെയിം പേരിൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒന്ന് കയറി നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഷെയറൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം, ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവയെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അത് അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഒരു സ്റ്റൗവിൽ തീ കൊളുത്തിയിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലവണ്ണം ചൂടായി എന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറവിടാം. ഈ വറവിട്ടതിന് ശേഷം നമ്മൾ നല്ലവണ്ണം വറവിട്ടതിന് ശേഷം ഒരു ചെറിയ ബ്രൗൺ കളറായി വരും. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ആദ്യം തേങ്ങയും ഇതൊക്കെ അരച്ച് വെച്ച് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ തേങ്ങാ ചട്നിയാണ്. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം ചട്നി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കണ്ട. ഉപ്പിടാഞ്ഞാൽ ചട്നി ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ലാസ്റ്റിലാണ് ഉപ്പിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ചട്നി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അബ്ദൂസ് KDV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക.